ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ആഴ്ച നടന്ന കുറച്ച് വർക്കുകളുടെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. ഇതൊരു സാരി ആയിരുന്നേ. ഈ സാരി കൊണ്ട് ചെയ്തെടുത്ത ഒരു ടോപ്പാണിത്. എനിക്കൊന്ന് സാരി കൊണ്ട് ഞാൻ കുറേ ടോപ്പ് ഇങ്ങനെ വീഡിയോയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കൂടുതലും ഇവരുടെ തന്നെയാണ്, ഈ കസ്റ്റമർ തന്നെയാണ് സാരി കൊണ്ട് ടോപ്പ് ചെയ്യാൻ കൊണ്ടുവന്നിരുന്നത്. ഡെയിലി വർക്കിന് പോകുന്നവരാണ്. അപ്പോൾ സാരി ആണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ചുമ്മാ ഇരിക്കുവാണല്ലോ. അപ്പോഴത്തേനും അവർക്ക് ഡെയിലി പോകേണ്ടതുകൊണ്ട് സാരി മുറിച്ച് ടോപ്പ് അടിക്കുക അവൾ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ കൊണ്ടുവന്ന സാരി കൊണ്ട് ചെയ്തെടുത്ത ഒരു ടോപ്പാണ്. ഈ സാരിയുടെ സൈഡിൽ നല്ലപോലെ എംബ്രോയ്ഡറി വരുന്നതാണ്, താഴ്ഭാഗത്ത് നല്ലപോലെ എംബ്രോയ്ഡറി വരുന്നതാണ്. അതിൻ്റെ ആ എംബ്രോയ്ഡറി ഭാഗവും താഴത്തെ ആ ബോർഡർ ഭാഗത്തെ സൈഡ് ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റി ആ ബോർഡർ ഭാഗം സെൻറ്ററിൽ വെച്ചിട്ടാണ് ഈ ടോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ബോർഡർ ഭാഗം സെൻറ്ററിൽ വരുന്ന രീതിയിൽ നടുക്കത്തെ ആ ബോർഡർ ഒരു പൈപ്പിംഗ് വരുന്ന രീതിയിൽ ചെയ്തിട്ടാണ് ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവ് 3/4 സ്ലീവായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാരി ആണെങ്കിൽ എല്ലാവരും ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങുകയും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് ചുമ്മാ അവിടെ ഇരിക്കുകയല്ലേ ഉള്ളൂ. അപ്പം ഈ ടോപ്പ് ഇതൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനായിട്ട് വേറെ തുണി മേടിക്കണ്ടല്ലോ. ഇതങ്ങെടുത്ത് സ്റ്റിച്ച് വേണമെങ്കിൽ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് മോഡലിൽ ആഗ്രഹിക്കുന്ന മോഡലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. സാധനങ്ങൾ വേസ്റ്റ് ആകത്തുമില്ല, നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. എങ്ങനെയുണ്ട് ഇത്? നല്ല രസമില്ലേ കാണാൻ? ഇത് തയ്ച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു, ഇത് സാരിയാണെന്ന് പറയത്തേ ഇല്ലല്ലോ, നല്ല രസമുണ്ടല്ലോ കാണാനെന്ന്. എന്തായാലും ചുമ്മാ ഇവിടെ ഇരിക്കുമല്ലായിരുന്നോ ഈ സാരി? ഇത് ഇങ്ങനെയൊക്കെ തയ്ക്കാൻ പറ്റുമെങ്കിൽ ഇനിയും എൻ്റെ കയ്യിൽ സാരി ഇരിപ്പുണ്ട്, വേറെ നീ തയ്ച്ചോ എന്നും പറഞ്ഞ് അവളുടെ അമ്മ വേറെ സാരി എടുത്ത് കൊടുത്തെന്നാണ് പറഞ്ഞത്. അതും കൊണ്ടുവച്ചിട്ടുണ്ട്. അത് തയ്ച്ചിട്ട് പിന്നെ കാണിച്ചു തരാവേ. അടുത്തത് ഒരു മാക്സി മെറ്റീരിയൽ ചെയ്തെടുത്ത ഒരു ടോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് എ ലൈനിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡും കുറച്ച് സൈഡിലോട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഹൈനെക്ക് മോഡലിലാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവ്ലെസ്സായി ചെയ്തെടുത്തിരിക്കുന്ന ഈ ടോപ്പിൻ്റെ നെക്കിൽ ചെറിയൊരു റൗണ്ട് ചെയ്ത് ചെറിയൊരു ഓപ്പണും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഈ ചൂടുകാലത്ത് ഏത് ഡ്രസ്സ് ഇട്ടാലാണ് നമുക്ക് ചൂടിന് ഇച്ചിരി ഒരു ആശ്വാസം കിട്ടുകയെന്ന് ഓർത്തിട്ടാണ് എല്ലാവരും പരക്കം പാഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ കോട്ടൻ്റെ മതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നതാണ് ഈ മാക്സി മെറ്റീരിയൽ. ഇതുകൊണ്ട് ചെയ്തെടുത്ത ഈ ടോപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നിങ്ങൾക്കിഷ്ടമായോ? അവളെവിടുന്നോ ഒരു മോഡൽ കണ്ടിട്ട് അതുകൊണ്ട് വന്നതാണ്. നെക്കിൻ്റെ ഈ റൗണ്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ ചെറിയൊരു ബട്ടണും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്തായാലും ഇട്ട് നോക്കിയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ കസ്റ്റമർ എന്തെങ്കിലും കൊണ്ട് തരുമ്പോഴത്തേനും അവർക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ അവർക്ക് സന്തോഷമായെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് എന്തൊരു സന്തോഷമാണ്. എത്ര ബുദ്ധിമുട്ടുള്ള സാധനമാണേലും പിന്നീട് അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്ത് കാണിക്കണം അല്ലെങ്കിൽ അതെന്നെ കൊണ്ട് പറ്റുമെന്ന് നമുക്കും കൂടെ തോന്നും. എൻ്റെ അനുഭവം അങ്ങനെയാണേ. നിങ്ങൾക്ക് എങ്ങനെയാണോ? അതുപോലെ തന്നെ വേറൊരു കസ്റ്റമർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടു തന്ന ഒരു ക്ലോത്തായിരുന്നു ഇത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയ ആലിയ കട്ട് രീതിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവ് ഫുൾ സ്ലീവായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ടോപ്പ് ഫുൾ ലെങ്ത്തായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് എ ലൈനിലായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ തുണിയുടെ തന്നെ ഒരു ഷാളും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കസ്റ്റമറെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കുട്ടീനെ. ആ കുട്ടി ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു സുഖമാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ആ കൊച്ചിന് എന്ത് ഡ്രസ്സ് ഇട്ടാലും ഈ കുഞ്ഞു പിള്ളേർ പറയുകയല്ലേ, സീക്വൻസൊക്കെ ദേഹത്ത് കൊള്ളുമ്പോഴത്തേനും ചൊറിയുന്നു എന്ന് പറഞ്ഞാണ് കൈക്കുട്ടിയുടെ കാര്യം. ഇതിലുള്ള ഈ ചെറിയ സീക്വൻസ് വർക്കില്ലേ, ഈ സീക്വൻസ് വർക്ക് ദേഹത്ത് കൊള്ളും, അപ്പം എനിക്ക് ചൊറിയും. അപ്പം ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ഇടുകയുള്ളൂ. അതുകൊണ്ട് ചേച്ചി കൊള്ളാത്ത രീതിയിൽ ലൈനിങ് വെച്ച് തയ്ച്ച് തരണേ, അങ്ങനെ പറഞ്ഞാൽ കൊണ്ടിരുന്നത്. എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ഇനി ലൈനിങ് വെച്ചിരിക്കുന്നത് സോഫ്റ്റ് സിൽക്കിൻ്റെ മെറ്റീരിയൽ കൊണ്ടാണ് ലൈനിങ് വെച്ചിരിക്കുന്നത്. സ്ലീവിലും ഫുള്ളായിട്ട് തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗം ഫോൾഡ് ചെയ്തതിന് ശേഷം അയൺ ചെയ്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ചുരിദാർ മെറ്റീരിയൽ കൊണ്ട് ചെയ്തെടുത്ത ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇത് പണ്ടേ എൻ്റെ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമറായിരുന്നു. കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരാറില്ല. കാരണം കല്യാണത്തിന് ശേഷം ഇവിടെ നിന്ന് വേറെ സ്ഥലത്തായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്ന് നാട്ടിൽ വന്ന സമയത്ത്, വിഷുവിൻ്റെ സമയത്ത് വന്ന സമയത്ത് എൻ്റെ കയ്യിൽ തയ്ക്കാൻ തന്ന.
അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എല്ലാവരുടെയും ഡ്രസ്സും തയ്ച്ചിട്ട് യൂട്യൂബിലിടാറില്ലേ, എൻ്റെ ഡ്രസ്സും കൊണ്ട് തയ്ച്ചിട്ട് യൂട്യൂബിലിടണേ. അങ്ങനെ കൊണ്ട് തന്നതാണ്. വിഷുവിൻ്റെ തിരക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ ഓടി വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തരുമോ, എനിക്കിപ്പോൾ തന്നെ വേണം, എൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്, കൃഷ്ണനെ രാധയാക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുമെങ്കിലും അത്യാവശ്യം തയ്ക്കുന്നതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുണ്ടെങ്കിൽ എൻ്റെ കൊണ്ട് തരാറ് പതിവുള്ളതാണ്. വേറെ പുറത്തും ചെയ്ത് കൊടുക്കാറില്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യും. അപ്പം എൻ്റെ മോൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ചേച്ചി ഒന്ന് ചെയ്തതാ. എൻ്റെ മെഷീൻ പണി മുടക്കിയെന്ന് പിന്നെന്താ ചെയ്യുക. അങ്ങനെ ചെയ്തു കൊടുത്ത ഒരു ധോത്തി പാൻറ്റും ഒരു പാവാടയും കൂടെയാണിത്. ഇത് വേറൊരു കസ്റ്റമർ ഇതുപോലെ തന്നെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന ഒരു ഷാളായിരുന്നു ഇത്. ഈ ഷാള് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ ഒരു ഷാളുണ്ട്, ഈ ഷാൾ കൊണ്ടൊരു ടോപ്പ് തയ്ക്കാൻ പറ്റുമെന്ന്. ഞാൻ നോക്കുമ്പോഴത്തേനും ഒരു മുഴുത്ത ഷാളായിരുന്നു. ആ ഷാളിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു ലേസും ഉണ്ട്. ആ ലേസും കൊണ്ട് ലെങ്ത്ത് കുറവുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ അവൾ കൊണ്ടുവന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണിത്. ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നേ. അപ്പം ഷാൾ കൊണ്ട് ചെയ്തെടുത്ത ഈ ടോപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെ ഉപയോഗിക്കാതെ മാറ്റി വെച്ച ഷാൾ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാവേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുതേ.